പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ ഭീതിയിലേക്ക് തള്ളിവിട്ട് അമേരിക്ക ഇറാൻ ആക്രമണ പ്രത്യാക്രമണങ്ങൾ. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന ഇറാന്റെ പ്രദേശങ്ങൾ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആക്രമിച്ചു. വെടിനിർത്തൽ കരാർ ഒപ്പിട്ട് ഒരു ദിവസം തികയും മുമ്പേ ലെബനോനിൽ ഇസ്രയേലും ആക്രമണം നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ തിരിച്ചടി തുടരുകയാണ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ദുബായിൽ നിന്ന് മുഹമ്മദ് റഖീസും തത്സമയം ചേരുന്നു. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, വളരെ പ്രതീക്ഷയോടെ ഒപ്പിട്ട ഉടമ്പടി കാറ്റിൽ പറന്നു. അവിടെ യുദ്ധകാഹളം മുഴങ്ങുന്നു. യുദ്ധം ആരംഭിച്ചു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഗുഡ് മോർണിംഗ്. രണ്ടാഴ്ച മുമ്പ് ഒപ്പുവെച്ച ഇടക്കാല സമാധാന കരാറിന് ശേഷമുള്ള ഏറ്റവും മോശമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാനിൽ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയതായി US സൈന്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകമാണ് അമേരിക്കയുടെ ഈ തിരിച്ചടി. 4 മാസം നീണ്ടുനിന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുണ്ടാക്കിയ ഈ സമാധാന കരാർ, അതിന് മധ്യസ്ഥ വഹിച്ച രാജ്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടി സ്ഥാപിച്ചെടുത്ത ഒരു 14 കരാർ അത് ലംഘിച്ചുവെന്ന് രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ പരസ്പരം ആരോപിക്കുകയാണ്. ഇതിനിടെ ഇറാനെതിരെ വളരെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇനിയും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ആരംഭിച്ച ദൗത്യം സൈനികമായി തന്നെ പൂർത്തിയാക്കുവാൻ ഒരുപക്ഷെ അമേരിക്ക നിർബന്ധിതരാകും. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാകില്ല എന്നാണ് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്ഥാനം വന്നിരിക്കുന്നത്. എസ്കെൻ, ശനിയാഴ്ച പുലർച്ചെ പനാമ പതാക വഹിച്ച എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതോടുകൂടിയാണ് ഈ പുതിയ ആക്രമണം നടന്നതെന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ തെക്കൻ ഇറാനിലെ സിറിക് നഗരത്തിൽ പുലർച്ചെ വലിയ സ്ഫോടനങ്ങൾ കേട്ടതായിട്ട് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കപ്പലുകൾക്ക് നേരെ നടന്ന ഈ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ അനുമതി നൽകാത്ത ഹോർമൂസ് കടലിടുക്കിലെ ചില പാതകളുണ്ട്. അതിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച ചില കപ്പലുകൾക്ക് നേരെയാണ് ഈ ആക്രമണം അല്ലെങ്കിൽ ഈ വെടിയുതിർത്തതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാൻ അനുവദിക്കുന്ന സ്ഥലത്തുകൂടെ മാത്രമേ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പറ്റൂ. അത് ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതായത് ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് തന്നെ വേണമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. SK മധു കൊട്ടാരക്കര, താങ്ക് യു. ഈ യുദ്ധത്തിന്റെ ഗതിവേഗങ്ങൾക്കനുസരിച്ച് വീണ്ടും മധുമായി നമ്മൾ ബന്ധപ്പെടാം. ഇനി UAE നിന്ന് മുഹമ്മദ് റഖീസ് കൂടി ചേരുകയാണ്. കുവൈറ്റിനെ കൂടി ഇറാൻ ആക്രമിച്ചു എന്ന ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത വരികയാണ്. മാത്രമല്ല ഇവരുടെ മിസൈലിൽ ഇടപെടാൻ പരമാവധി കുവൈറ്റ് മിലിറ്ററി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത കൂടി നമുക്ക് വരികയാണ്. മാത്രമല്ല തീർച്ചയായിട്ടും ഇത് അമേരിക്കയ്ക്കുള്ളൊരു മറുപടിയാണെന്ന് നമുക്കറിയാം. ബഹ്റിനിലും അതുപോലെ കുവൈറ്റിലും ആക്രമണം നടത്തുന്നതിലൂടെ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി കൊടുക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. ഇപ്പോൾ നമുക്കിപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിച്ചു എന്ന് ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് ഗൾഫ് നാടുകളിൽ വീണ്ടും യുദ്ധത്തിൻ്റെ അലയൊലികൾ, ഈ കുവൈറ്റ് ആക്രമണവും നടന്നത്. എസ്കെൻ, ഗുഡ് മോർണിംഗ്. യുദ്ധം അവസാനിച്ചു, ലോകമിനി സമാധാനത്തിലേക്ക്, പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന പ്രതീതി വന്നപ്പോഴാണ് ഇപ്പോൾ ഈ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് പാനമ ഫ്ലാഗ് വഹിച്ചിട്ടുള്ള, പാനമ പതാക വഹിച്ചിട്ടുള്ള കപ്പലിന് നേരെ, വലിയ കപ്പലായിരുന്നു അത്, 2 മില്യണിലധികം അസംസ്കൃത എണ്ണയുമായി ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങിയ ആ കപ്പലിന് നേരെ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അതിന് പ്രത്യാക്രമണമാണ് അമേരിക്ക നടത്തിയതെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോഴും ഇതിലെ ഏറ്റവും നിർണായക കടമ്പയായി ഇപ്പോഴും ഈ ഹോർമുസ് കടലിടുക്ക് മാറുന്നു എന്നതാണ്. അമേരിക്കയെ സംബന്ധിച്ച് ആഗോള എണ്ണ വിപണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അത് ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അമേരിക്ക ഈ യുദ്ധകാലത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അത് പൂർണ്ണമായും ഇറാന് നൽകാൻ അമേരിക്ക തയ്യാറാവുന്നില്ല. പകരം ഒമാനെ കൊണ്ട് മറ്റൊരു പുതിയ പാത ഈ ഹോർമുസ് കടലിടുക്കിലൂടെ തുറക്കുകയാണ് ചെയ്തത്. അത് ഈ ഒമാനാണ് ഈ കപ്പൽ പാത തുറന്നതെങ്കിലും അതിനു പിന്നിൽ അമേരിക്കയാണ് എന്ന ആ വാദഗതികളാണ് വളരെ ശക്തമായിട്ടുള്ളത്.
അതുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ തന്ത്രപ്രധാന മേഖലകളിൽ ഒന്നായിരുന്നു ഈ ഹോർമുസ് കടലിടുക്ക്. അത് ആ യുദ്ധങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയായിരുന്നു ഹോർമുസ് കടലിടുക്ക്. അല്ലെങ്കിൽ ഇറാന്റെ ഇറാന്റെ പക്കലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ആയുധമല്ലാത്തൊരു തന്ത്രം എന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കായിരുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം, ചരക്ക് ഗതാഗതം തടഞ്ഞതോടെയാണ് ആഗോളതലത്തിൽ തന്നെ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുന്നത്, എണ്ണവില കുതിച്ചു കയറുന്നത്, പാചകവാതകത്തിൻ്റെ വില വർദ്ധിക്കുന്നത്. ഇതൊക്കെ ഇറാനെ ഈ യുദ്ധത്തിൽ അവർക്ക് അനുകൂലമാക്കി മാറ്റിയ ചില ഘടകങ്ങളാണ്. അത് ഇറാൻ തിരിച്ചറിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഒരു കാരണവശാലും മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. നേരത്തെ ഉണ്ടായിരുന്ന കപ്പൽപാത തന്നെ ഉപയോഗിക്കണം. അതില്ലെങ്കിൽ മറ്റേതെങ്കിലും പാതയിലൂടെ, ഹോർമുസ് കടലിടുക്കിൽ പുതിയ പാതകളിലൂടെ പോവുകയാണെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദികളല്ല എന്ന നിലപാട് ഇറാനും സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് 60 ദിവസത്തേക്ക്, നേരത്തെ കരാറിൽ പറഞ്ഞിരുന്നത് 60 ദിവസത്തേക്ക് ഇതുവഴി സുഗമമായ നിലയിൽ ചരക്ക് ഗതാഗതം പോകുന്ന നിലയിൽ അത് തുറന്നു കൊടുക്കണം എന്നായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഈ പാതയുടെ അവകാശത്തെ ചൊല്ലി ഇറാനും അതോടൊപ്പം തന്നെ മറുവശത്ത് അമേരിക്കയും, അമേരിക്ക ആ നിലയിൽ പ്രത്യക്ഷത്തിൽ വന്നില്ലെങ്കിലും ഒമാനാണ് മറുവശത്തുള്ളത്. ഏതായാലും ആ കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഇറാനും ഒമാനും കൂടി സംസാരിച്ച് ധാരണയിലെത്തുക മാത്രമാണ് ഇനിയൊരു പോംവഴി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. താങ്ക് യു ദിലീപ് കുമാർ. യഥാർത്ഥത്തിൽ ഓർക്കാപ്പുറത്ത് കുവൈറ്റിലേക്കും ആക്രമണം അടിച്ചുവിട്ടു ഇറാൻ എന്ന വാർത്തകൾ വരുമ്പോൾ അശാന്തി പടരുകയാണ് ഗൾഫ് നാടുകളിൽ. മുഹമ്മദ് റഗീസ് UAE-യിൽ നിന്ന് വീണ്ടും ചേരുന്നു. റഗീസ്, ഗുഡ് മോർണിംഗ്. പറയൂ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണ്? മോർണിംഗ് സ്കെയിൽ. കഴിഞ്ഞ 48 മണിക്കൂറായി വലിയ ആശങ്കയാണ് സത്യത്തിൽ ഗൾഫ് മേഖലയിൽ ഒന്നാകെ ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിൽ ഹോർമുസിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അമേരിക്ക തിരിച്ചടിക്കുന്നു. അമേരിക്ക തിരിച്ചടിക്കുമ്പോൾ അതിനുള്ള മറുപടി ഇറാൻ ശക്തമായി നൽകുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അപ്പോൾ അത് തന്നെയാണ് കഴിഞ്ഞ ഏതാണ്ട് 48 മണിക്കൂറായി നടക്കുന്നത്. ഇന്നലെ ബഹ്റൈന് നേർക്ക് കാര്യമായ ആക്രമണം ഉണ്ടായി. ഒപ്പം തന്നെ ഇന്ന് ബഹ്റൈനിലും കുവൈറ്റിനും നേർക്കാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറിനിടെ ബഹ്റൈനും കുവൈറ്റും 2 തവണയാണ് അപായ സൈറനുകൾ മുഴക്കിയിരിക്കുന്നത്, അലേർട്ട് മെസ്സേജുകൾ നൽകിയിരിക്കുന്നത്. ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും തങ്ങൾ ഇപ്പോൾ മിസൈലുകളും ഡ്രോണുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇറാൻ തങ്ങളെ ആക്രമിക്കുന്നുണ്ട് എന്നും അത് 2 രാജ്യങ്ങളും സ്ഥിരീകരിച്ച് തന്നെ പറയുകയാണ്. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ബഹ്റൈൻ കേന്ദ്രീകരിച്ച് ഇന്നലെ ആക്രമണമെങ്കിൽ ഇന്നത് വീണ്ടും കുവൈറ്റ് കേന്ദ്രീകരിച്ചു കൂടി മാറിയിരിക്കുകയാണ്. ഈ ബഹ്റൈൻ ഒരു കീ പോയിന്റായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം 2 ദിവസം മുൻപ് ഇത്തരത്തിലൊരു ഒരു US GCC മിനിസ്റ്റീരിയൽ ചർച്ച നടന്നത് ഇറാനിൽ, ഇത്തരത്തിൽ ബഹ്റൈനിൽ വെച്ചാണ്. അപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കം ഗൾഫ് പര്യടനം നടത്തി ഏത് തരത്തിലാണ് സമാധാന കരാർ ഉണ്ടാക്കേണ്ടത്, അതിൽ ഗൾഫ് രാജ്യങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് തേടി ഇടത്തു നിന്നാണ് ഇപ്പോൾ ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അത് ഇന്നലെ ഒരു രാജ്യത്തുണ്ടായ ഒരു സമയത്തെ ആക്രമണം എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. കുറച്ചുകൂടി രൂക്ഷമായ തരത്തിൽ, തീവ്രമായ തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ അമേരിക്ക പറയുന്നതനുസരിച്ചാണെങ്കിൽ ബഹ്റൈനിൽ മനാമ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മനാമയ്ക്ക് അടുത്തുള്ള ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളത് അമേരിക്ക തുറന്നു തന്നെ പറയുകയാണ്. അതായത് US 5th നേവൽ ഫ്ലീറ്റ് ഉള്ള പോർട്ട് സൽമാന് നേർക്കാണ് ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ കുവൈറ്റിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അലി അൽ സലൈം എയർബേസിന് സമീപമാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും പതിച്ചത്, അല്ലെങ്കിൽ അത്തരത്തിൽ തങ്ങൾ ആക്രമണം നടത്തിയത് എന്ന് കൂടി അമേരിക്ക പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് കൂടി പറയുന്നു. ഏതാണ്ട് ഏത് തരത്തിലാണോ അമേരിക്ക ആക്രമിച്ചത് അത്തരത്തിൽ തന്നെ ഇറാൻ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനൊക്കെ ഇടയിലൂടി ഇറാൻ ഇത്തരത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ തലവന്മാരുമായി കൂടി സംസാരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് UAE പ്രസിഡന്റുമായി ഇത്തരത്തിൽ ഇറാന്റെ ഫിനാൻസ് മിനിസ്റ്റർ സംസാരിച്ചത്. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സമാധാനത്തിന്റെ പാത, അല്ലെങ്കിൽ അത്തരത്തിൽ ഏത് തരത്തിൽ കരാർ ഉണ്ടാക്കണമെന്ന് ഒരു വശത്ത് ചർച്ച നടത്തുമ്പോഴും ഇങ്ങനെ ആക്രമണം രൂക്ഷമാക്കുന്നത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കുന്നത് ഈ UAE-യുമായിട്ടുള്ള ചരക്ക് നീക്കം, ഒപ്പം തന്നെ ഈ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.